ഭയങ്കരമായ ആളുകൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് എളമരം കരീമോ? എന്ത് ഭയങ്കരമായ ആള്? എളമരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്ന ഒരു മന്ത്രിയാണ്. LDF മന്ത്രിസഭയിലെ ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു അയാൾ. കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സകല തട്ടിപ്പും മലബാർ സിമന്റ്സ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമായ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു ഭയങ്കരമായ ആളുമല്ല. ഇപ്പോൾ LDF പ്രഖ്യാപിച്ചവരെല്ലാം സടകൊഴിഞ്ഞ പല്ലുകൊഴിഞ്ഞ മൂലക്കിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പാർട്ടിയും പിണറായി വിജയനും ചേർന്ന് മൂലക്കിരുത്തിയവരെ ഇപ്പോൾ തൽക്കാലത്തെ എതിർപ്പൊന്ന് ഒഴിവാക്കാൻ പിണറായി വിജയനെതിരെ മകൾക്കെതിരെ ആരോപണമൊക്കെ വന്ന സ്ഥിതി ഇനി അവരെല്ലാം കൂടി ചാടി വീഴും. ആ G സുധാകരനും കൂടി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കരമായ ആളുകളുടെ എണ്ണം എല്ലാം തികയുമായിരുന്നു. LDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. പിന്നെ LDFന്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പുറത്തിരിക്കുന്നവരുടെ ശക്തിയാണ്. ഈ പിണറായി വിജയൻ കഴിഞ്ഞ തവണയും രക്ഷപ്പെട്ടു പോയത് ഈ UDFന്റെ നേതാക്കന്മാരുടെ ജനവിരുദ്ധവും അവരുടെ ഭാവനയില്ലായ്മയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവാൻ പോയി, രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാവാൻ പോയി. ഒരു പടയ്ക്ക് രണ്ട് നായകന്മാർ. ഒരു വശത്ത് ഉമ്മൻചാണ്ടി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കുറെ ആളുകൾ പറഞ്ഞു, ഒരു വശത്ത് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. രണ്ടുപേരും മലപ്പൊടിക്കാരെ സ്വപ്നം കാണുന്ന പോലെ സ്വപ്നം കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഉടച്ചു. അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഈ കസേരയിൽ ഇരിക്കില്ല. കഴിഞ്ഞ തവണയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കളമൊരുക്കിയത് UDF ആണ്. ചരിത്രം അതേപോലെയാണ് അവർ പോകുന്നത്. കോൺഗ്രസിന്റെ വാക്കും കേട്ട് ജനങ്ങൾ അവർ LDFനെതിരാണ് എന്നുള്ള വാക്കും കേട്ട് ജനങ്ങൾ പോയാൽ കേരളത്തിൽ LDFന് LDF ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സുധാകരനിലും സതീശനിലും. കണ്ടില്ല അഭിസംബോധന? മൈ ഡിയർ സതീശ എന്ന് സുധാകരൻ വിളിക്കുമ്പോൾ സതീശൻ മൈ ഡബിൾ ഡിയർ സുധാകരൻ എന്നാണ് വിളിക്കുന്നത്. ഒരു പാർട്ടി, ഒരു മുന്നണി എങ്ങനെ ഇവരെ കൊണ്ട് നടക്കുന്നു? കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ചുമക്കുന്നത്? ഈ കോൺഗ്രസ് പാർട്ടി, UDF സംവിധാനം ഈ നിലയിൽ പോയാൽ അവർ കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ട അവർ തകർന്ന് തരിപ്പണാവുന്നുള്ള ഏറ്റവും സംശയം. LDFനെ നേരിടാനുള്ള ത്രാണി അവർക്കില്ല, കരുത്ത് അവർക്കില്ല, ആത്മവിശ്വാസം അവർക്കില്ല, സ്ട്രാറ്റജി അവർക്കില്ല. അവരൊരു തരത്തിലും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തെയും ഈ അഴിമതി ഭരണത്തെയും നേരിടാൻ കെൽപ്പുള്ളവരല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത്, LDF എന്ന് പറയുന്നത് ഒരു വലിയ രാക്ഷസ കൂട്ടമാണ്. കോടിക്കണക്കിന് രൂപയുടെ പണം സമ്പാദിച്ച് സഹകരണ ബാങ്കുകളിലെല്ലാം നിക്ഷേപിച്ച് ഒരു വലിയൊരു സാമ്പത്തിക സംവിധാനം അവരുണ്ടാക്കിയിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നല്ലേ, ഈ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അന്വേഷണം ED നടത്തിയപ്പോൾ ഈ ജില്ലയിൽ മാത്രം, തൃശ്ശൂർ ജില്ലയിൽ മാത്രം 32 സഹകരണ ബാങ്കുകളിലാണ് അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ജില്ലകളിലും അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുക. പിന്നെ ഈ വർഗീയ കൂട്ടുകെട്ട് ശരിയായി ഉപയോഗിക്കാൻ അവർക്കറിയാം. ലീഗിന്റെ ഇപ്പൊ കണ്ടില്ലേ എന്താണ് ലീഗ്? 6 സീറ്റ് വരെ കിട്ടാൻ യോഗ്യതയുണ്ടെന്നാണ് LDF പറയുന്നത്. മാടി മാടി വിളിക്കുകയാണ്. എപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ചാടണോ അല്ല കഴിഞ്ഞിട്ട് ചാടണോ എന്നുള്ള ഒരു ഇതിലാണ് മുട്ടിയിരിക്കുകയാണ് ലീഗിന്. ഇങ്ങനെ അല്ലാണ്ട് മുട്ടിയിരിക്കുകയാണ് ലീഗ്. ചാടണോ ചാടണ്ടയോ എന്നുള്ളത്. അതിപ്പോൾ ഈ ലോക്സഭ വരെ കാത്തിരിക്കണോ അല്ല അതിന് മുമ്പ് ചാടണമെന്നാണ്. വർഗീയ ശക്തികളെ ഏകോപിപ്പിക്കാൻ, സാമ്പത്തിക ശക്തികളെ ഏകോപിപ്പിക്കാൻ, ഇവിടുത്തെ എല്ലാ മാഫിയകളെയും കൂട്ടുപിടിക്കാൻ ഒരു വശത്ത് പിണറായി വിജയൻ അധികാരം മുഴുവൻ ദുരുപയോഗം ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട്? അവരെന്തിലാണ് അവരുടെ താല്പര്യം? അതുകൊണ്ട് LDFനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും, ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കണ്ടൻഡർ ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDFും UDFും ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. LDFനെ നേരിടാൻ, ഈ സർക്കാരിൻ്റെ അഴിമതിയെ ചോദ്യം ചെയ്യാൻ, ഈ സർക്കാരിനെതിരായി ശബ്ദിക്കാനുള്ള ഒരു ത്രാണിയില്ലാത്തൊരു പ്രതിപക്ഷമാണ്. ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ
UDFിൻ്റെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. ദേശീയ തലത്തിലെ പോലെ തന്നെ അവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ വിശ്വസിച്ച് അവരോട് പറയുന്ന വാക്കുകൾ കേട്ട് 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നടത്തിയതുപോലുള്ള പ്രചാരണം ദയവായി നിങ്ങൾ നടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്.